ഇതായിരുന്നു റിസോർട്ടിൽ ഞങ്ങളുടെ റൂം. ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത്. ബാൽക്കണിയിൽ നിന്നുള്ള ബീച്ച് വ്യൂ അടിപൊളിയായിരുന്നു. ഒരു വിൻറ്റേജ് സ്റ്റൈലിലുള്ള റിസോർട്ടാണത്. ഇന്നത്തെ ദിവസം നമുക്ക് മാത്രമായിരുന്നു ഈ പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നത്. മൊത്തം 4 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 AC റൂംസ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്തുള്ളൂ. ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ ടെറസിലേക്ക് കയറി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ചായ കുടിക്കാൻ ഇറങ്ങി. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ചേച്ചിമാരുടെ അടുത്തുനിന്ന് തട്ടുകട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓരോ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഞങ്ങൾ ചായ കുടിക്കുന്ന നേരത്ത് പിള്ളേരെല്ലാം കൂടെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരാദ്യമേ അവിടെ കളി തുടങ്ങി. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ച് ബീച്ചിലേക്ക് തന്നെ ഇറങ്ങി. ഈ ഒരു സമയമായതുകൊണ്ട് ബീച്ചിലധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല കാലാവസ്ഥയും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് പൂളിലേക്കാണ്. പിന്നെ കുറേ നേരം പൂളിൽ കളിച്ചു. പ്രൈവറ്റ് പൂളായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരുടെയും ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിള്ളേർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാക്കേജിൽ ലഞ്ചും ഡിന്നറൊന്നും ഇൻക്ലൂഡ് അല്ലാത്തത് കാരണം ഞങ്ങൾ ആ ചേച്ചിമാരുടെ കടയിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. അവർ തന്നെ അത് നമ്മുടെ റിസോർട്ടിലേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ബീഫും ചെമ്മീനും മീനും എല്ലാം നല്ല നാടൻ രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. റിസോർട്ടിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ.